പേടകത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. ശുഭാംശുവും മറ്റ് സംഘടനകളും പുറത്തേക്ക് ആരോഗ്യവാന്മാരെ ഇറങ്ങി വരുന്നു. അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നതാണ്. നമുക്ക് ആ ചരിത്ര നിമിഷങ്ങൾ കണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. കഴിഞ്ഞ 30 വർഷം അനവധി ബഹിരാകാശ ദൗത്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിന് ഈ 41 വർഷത്തിനിടയിൽ 2 പൗരന്മാർ മാത്രമാണ് ബഹിരാകാശ ദൗത്യത്തിൽ ഉൾപ്പെട്ടത്. ഒന്ന് രാകേഷ് ശർമ്മ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശുഭാംശു ശുക്ല. അതുകൊണ്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ രോമാഞ്ചം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ദിവസം കണ്ടതും. ഇപ്പോൾ നിശ്ചയദാർഢ്യത്തിലൂടെ ശുഭാംശു കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾക്ക് ഊർജ്ജം നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. മകനെ ഓർത്ത് അഭിമാനമെന്ന് കുടുംബം പ്രതികരിച്ചു. ഓഗസ്റ്റ് 17-നാണ് ഇനി ശുഭാംശു ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇനി ഒരു മാസം കാത്തിരുന്നാൽ മതിയാകും നമ്മുടെ സൂപ്പർ ഹീറോ ഇന്ത്യയിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് എത്താൻ. അരുൺ രാജാണ് സയൻസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ഈ ഡ്രാഗൺ പേടകത്തിന്റെ ദൗത്യത്തിലുടനീളം പ്രേക്ഷകരിലേക്ക് വളരെ പ്രധാനപ്പെട്ട, വളരെ സൂക്ഷ്മമായ വിവരങ്ങൾ എത്തിച്ച അരുൺ രാജാണ്. ഇന്ന് അരുൺ രാജാണ് തത്സമയം ഈ പരിപാടി ആങ്കർ ചെയ്തതും. അപ്പോൾ അരുൺ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ശുഭാംശു ശുക്ല എന്ന 39-കാരൻ ഇന്ന് രാജ്യത്തിന്റെ സൂപ്പർ ഹീറോയാണ്. ഇപ്പോൾ ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കുന്ന 2ാമത്തെ ഇന്ത്യൻ പൗരൻ. എത്രത്തോളം പ്രധാനമാണ് രാജ്യത്തിന് ഈ ആക്സിയം ദൗത്യം? ഒപ്പം ഇത് വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യയുടെ സ്വന്തം ഗഗൻയാൻ ദൗത്യത്തിന് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെ? 550 കോടി രൂപയോളം ഇന്ത്യ മുടക്കിയതാണല്ലോ ഈ ദൗത്യത്തിൽ. 41 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്ര നടത്തിയെന്നതും ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയെന്നതും ഒന്നും ചെറിയ കാര്യമല്ല. പക്ഷെ മനുഷ്യ ബഹിരാകാശ യാത്രകളുടെ ആകെ ചരിത്രം എടുത്താൽ ആക്സിയം 4 എന്ന ഈ സ്വകാര്യ ദൗത്യം അതിലൊരു ചെറു ഖണ്ഡിക മാത്രമാണ്. 550 കോടിയിലേറെ ചെലവഴിച്ചാണ് ശുഭാംശു ശുക്ല എന്ന എയർഫോഴ്സിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനെ ഇന്ത്യ ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കിയത്. വെറും ഒരു വിനോദയാത്രയൊന്നുമല്ല ഇത്. മനുഷ്യ ബഹിരാകാശ യാത്രകളുടെ സങ്കീർണതയും ബുദ്ധിമുട്ടുകളും ഒക്കെ അടുത്തറിയാൻ ഒരു അവസരമായിട്ട് വേണം ഇതിനെ കാണാൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പോലൊരു ബൃഹത് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഭൂമിയിലെ കൺട്രോൾ സെന്ററുകൾ എങ്ങനെ നിലയവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ ഈ ദൗത്യത്തിലൂടെ ശുഭാംശുവിനും അതുവഴി ഇന്ത്യക്കും സാധിച്ചു. ഡ്രാഗൺ എന്ന ബഹിരാകാശ യാത്രാ വാഹനത്തെ കുറിച്ചും ഈ യാത്രയിലൂടെ കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ബഹിരാകാശത്തെ പേശീകോശങ്ങളുടെ ബലക്ഷയവും ആൽഗകളുടെയും സൈനോബാക്ടീരിയയുടെയും ഒക്കെ വളർച്ചയും വിത്തുകളിലെ മാറ്റവും ഒക്കെ ഈ ദൗത്യത്തിലൂടെ പഠിക്കുവാൻ വേണ്ടി രാജ്യത്തെ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് അവസരം ലഭിച്ചു. ഭാവിയിൽ സ്വന്തം ബഹിരാകാശ നിലയമൊക്കെ സജ്ജമാക്കുമ്പോൾ ഈ പഠനങ്ങളും അതിൽ സഹായകരമാകും. അതിനേക്കാളൊക്കെ അപ്പുറം വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ബഹിരാകാശം അനന്ത സാധ്യതകളുമായി കാത്തിരിക്കുന്നുണ്ട് എന്നൊരു സന്ദേശം നൽകാൻ ആക്സിയം 4 ദൗത്യത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ശുഭാംശു തിരിച്ചെത്തുമ്പോൾ ഈ യാത്രയുടെ എല്ലാ വിവരങ്ങളും ISRO വിശദമായി ചോദിച്ചറിയും. ഭാവി ദൗത്യങ്ങളിൽ ഈ അനുഭവ പരിചയം ഏതൊക്കെ തരത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് അതിലൂടെ മനസ്സിലാക്കുകയും ചെയ്യും. നിലവിലെ നമ്മുടെ രീതികളിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും ഇതിലൂടെയൊക്കെ സാധിക്കും. എന്തായാലും ഇപ്പോൾ ISROയുടെ ശ്രദ്ധ മുഴുവൻ ഉടൻ നടക്കാനിരിക്കുന്ന ഗഗൻയാൻ ദൗത്യങ്ങളിലാണ്. ആദ്യ ആളില്ലാ ദൗത്യത്തിനായുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ആ ദൗത്യം നടക്കും. അതിനു വേണ്ടിയാണ് കാത്തിരിപ്പ്. അതിനുവേണ്ടി തന്നെയാണ് ഈ കാത്തിരിപ്പും ഈ തയ്യാറെടുപ്പും ഒക്കെ. നമ്മൾ ഓരോ ഇന്ത്യൻ പൗരനും ഇതിന്റെയൊക്കെ ഗുണഭോക്താവായി മാറുമെന്നതാണ് ഭാവിയിൽ നമുക്കെല്ലാം ഇതിലേക്ക് ഊർജ്ജം നൽകുന്നത്. നമ്മളിനി പോകുന്നത് ഈ മണിക്കൂറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്നുമാണ്, കേരള സർവകലാശാലയിൽ നിന്നുമാണ്. സസ്പെൻഷനായ രജിസ്ട്രാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് ഇപ്പോൾ